ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷം ഇക്ക നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഉണ്ടാക്കിയ 2 സ്പെഷ്യൽ റെസിപ്പിയും അതുപോലെ പെട്ടി പൊട്ടിക്കലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും അങ്ങനെ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇക്ക പറയാതെ ഒക്കെയാണ് കേട്ടോ പെട്ടെന്ന് കയറിയത് നാട്ടിൽ നിന്ന്. അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ വരുന്നുണ്ട്, 6 മണിക്ക് ആണ് നാട്ടിലത്തെ 6 മണിക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് പറയുക ചെയ്തത്. ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി രാവിലത്തേക്കുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നന്നാക്കി കട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ബീഫും കപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. എനിക്കും മക്കൾക്കൊക്കെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ വന്നു. അങ്ങനെ കട ഡ്രസ്സിൻ്റെ ട്രോളി ഇങ്ങനെ തുറന്നപ്പോൾ അതിൽ ആളുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ആസിം അങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആരുടെ ഡ്രസ്സ് കണ്ടാലും ഇട്ട് നോക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ്. ഹാറൂൻ്റെ പാൻറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട്. എനിക്കാക്ക് ഫുഡൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തിട്ടോ. ബീഫും കപ്പയും പിന്നെ ചപ്പാത്തി വേണമെങ്കിൽ ബീഫ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ജ്യൂസും അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ആൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനും ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണ്. പിന്നെ മക്കൾക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് മദ്രസയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെ പിന്നെ രാവിലെ ഞാനൊരു 8:45 ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും ഒന്ന് കിടന്നിട്ടുണ്ട്. കുട്ടികളും ഇക്കായൊക്കെ പിന്നെയും ഉറക്കമാണ് കേട്ടോ. എനിക്കും രണ്ടാമതൊന്ന് ഉറങ്ങാനായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം ലേറ്റാവും. മക്കൾക്ക് മദ്രസയിലും പോകണ്ടേ, അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് മനസ്സോടെ തന്നെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ തലേദിവസത്തെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്തു വെക്കണമല്ലോ. കിച്ചണൊന്ന് ക്ലീനായി നീറ്റായി കിടന്നാലാണ് അടുത്ത പണിക്ക് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലായിടവും ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടിൻ്റെ തലയും പിന്നെ ബ്രെയിനുമാണ് കേട്ടോ, ബ്രെയിൻ വരട്ടിയതും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ബിരിയാണി മന്തിയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി അങ്ങനെ തലേദിവസം തന്നെ വരും എന്നുള്ളൊരു പ്ലാനിങ് ആൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലേക്ക്. പിന്നെ കറക്റ്റ് ഇന്ന സമയത്ത് കയറും എന്നുള്ളത് ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ എന്നെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ബ്രെയിൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് കളയണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഐസും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിലൊരു 5 മിനിറ്റ് അത് മുക്കി വെക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മട്ടൻ്റെ തലയും ഞാനൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ്റെ തലക്കറി ഉണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, ഉച്ചക്കത്തേക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടിയപ്പത്തിന് പൊടി വാട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിലെ അരോമയെന്നാണ് പൊടി കൊണ്ടുവരാറ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ വാട്ടി വെക്കുകയാണ്. അങ്ങനെ ബ്രെയിൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് 2 ബ്രെയിൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ആടിൻ്റെ തല വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ബ്രെയിൻ അവർ സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് തന്നെ ഒരു കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മുകളിലത്തെ ആ ഒരു പാട ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയിട്ട്. ആ ഒരു റെഡ് സെൽസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആയിക്കോളും, വേറെ പണിയൊന്നുമില്ല. അങ്ങനെ അത് കളഞ്ഞ് ഞാനതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ കുറച്ച് ചായ വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ മക്കൾ നേരത്തെ എണീറ്റ് പോന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ വയലൻ്റ് ആവും. അപ്പോൾ ഇടിയപ്പം ആവാനായിട്ട് എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കുമല്ലോ. അപ്പോൾ ഹാറൂനും ഹാസിമിനും ബ്രെഡ് മുട്ടയിലും പാലിലും മുക്കി പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നെയ്യിൽ. അപ്പോൾ പിള്ളേർക്ക് അതാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അതും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ.
അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഹാസിമും ഹാറൂനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, പെട്ടി പൊട്ടിക്കൽ അതൊരു ചടങ്ങ് തന്നെയാണല്ലോ, നാട്ടിലേക്ക് കൊണ്ടുപോയാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അതിലെന്താണ് സ്പെഷ്യൽ എന്നറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഹാറൂൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കണ്ടപ്പോൾ അവനതും കൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹംദാന് പുളിമിഠായി, കുറച്ച് ചിപ്സ്, വേപ്പിലക്കട്ടി, നട്ട്സ്, കുറച്ച് പെപ്പറും ഏലക്കയും ഒക്കെ ഫ്രഷായിട്ട് അതും ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് കൊണ്ടുവന്നത് വന്നപ്പോൾ തന്നെ അങ്ങനെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാസിമിന് നാരങ്ങ മിഠായി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണ്ടായിരുന്നു. അപ്പം മൂപ്പരത് അപ്പം തന്നെ കുറേ അകത്താക്കിയിട്ടുണ്ട്. പിന്നെ വലിയൊരു സംഭവം കൊണ്ടുവന്നത് ചക്കയായിരുന്നു കേട്ടോ, ഒരു ഫുൾ ചക്ക, ചെമ്പരത്തി വരിക്കാന്ന് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പറഞ്ഞത്. അത് റെഡ് കളറായിരിക്കും കേട്ടോ, അത് പച്ചക്കാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ അതൊന്ന് കുറച്ച് പച്ചക്കന്നെ ഉലത്തിയിട്ട് ബാക്കി പഴുപ്പിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചുരിദാറാണ് കേട്ടോ, അത് ഷോളായിരുന്നു. പാൻറ്റ് പ്ലെയിനായിട്ട്, ടോപ്പിൻ്റെ മുകളിൽ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല സൽവാറായിരുന്നു കേട്ടോ. പിന്നെ ഹംദാന് സ്കേറ്റിംഗ് ബോർഡ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ ആരോ എടുത്തുകൊണ്ട് പോയിട്ടോ, കളിക്കണേൻ്റെ ഇടയ്ക്ക് അങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ മിസ്സാവൽ പതിവാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ സ്കേറ്റിങ്. അപ്പോൾ അങ്ങനെ സ്കേറ്റിംഗ് ബോർഡ് നാട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 5 കിലോ ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ പൈസയൊക്കെ അടച്ചിട്ട് തന്നെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നേട്ടാ. അപ്പോൾ ഹാസിം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവൻ്റെ പുറകെ അങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ആടിൻ്റെ ബ്രെയിൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ പയ്യെ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇടിയപ്പം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കും, കാരണം ഇടിയപ്പം ഉണ്ടാക്കൽ കുറച്ചൊരു മെനക്കേടാണല്ലോ. അപ്പോൾ രാവിലത്തേക്ക് എടുക്കുക, പിറ്റേ ദിവസം രാവിലത്തേക്കാണെങ്കിൽ ഒരു കറിയാക്കി തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് എന്തെങ്കിലും ഒരു കറിയാക്കി അതും കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് എന്തായാലും ഇത് 2 ട്രിപ്പ് ഉണ്ടാവും. ഞാനൊരു 2.5 ഗ്ലാസ് അരിപ്പൊടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നാക്കി തലേദിവസം വെച്ച ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 2 കറിക്കും ചെറിയുള്ളിയാണ് കേട്ടോ നല്ലപോലെ വേണ്ടത്. ആടിൻ്റെ തല കറിയായിട്ട് വെക്കാനും, ഞാനൊരു ഫുൾ തലയാണ് ഉദ്ദേശിച്ചത് കറി വെക്കാനായിട്ട്, പക്ഷേ അത് കട്ട് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ അവരങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ചെറിയുള്ളി എല്ലാം നന്നാക്കി എടുത്ത് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇടിയപ്പവും കൂടി ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ച് നമ്മൾ നന്നാക്കി വെച്ച ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്തിട്ട് നല്ലപോലെ വഴറ്റി അതിലേക്ക് ചെറിയ ജീരകവും മുഴുവൻ മല്ലിയും കുരുമുളകും, നമ്മുടെ തല എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് ഇത് 3ഉം നല്ലോണം വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും അതിലേക്കിട്ട് കുറച്ച് കല്ലുപ്പും, ഒരു 1/2 തക്കാളി, എല്ലാം ഒരുപാട് ഫ്ലേവർ വേണ്ട, എല്ലാ മസാലകളും വളരെ കുറച്ച് മതിയാവും. ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. കാര്യം പിള്ളേരൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു തല സത്യം പറഞ്ഞാൽ ഒട്ടും തികഞ്ഞില്ല. ഒരു നേരത്തേക്ക് നമുക്ക് കറക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഒരു ആടിൻ്റെ തല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു 2 എണ്ണമെങ്കിലുണ്ടെങ്കിലാണ് നമുക്കൊരു 2 നേരത്തേക്കൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രെയിൻ വരട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആരും ആഡ് ചെയ്യാറില്ല ശരിക്കും. പക്ഷെ ഞാൻ കുറച്ച് നമുക്കൊരു സമാധാനത്തിന് എല്ലാത്തിലും ചേർത്ത് ശീലമുള്ളവർക്ക് അപ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ അത് ചേർത്തത് വഴറ്റാനിട്ട സമയം കൊണ്ട് ഒരുപാട് പാത്രം ഉണ്ടായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും തലക്കറി വെച്ചതിൻ്റെ എല്ലാ പാത്രങ്ങളും കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിലേക്ക് പൊടിച്ച് ആഡ് ചെയ്തത് കുരുമുളകും വലിയ ജീരകവുമാണ് കേട്ടോ. അപ്പോൾ തലയുടെ കറിയാണെങ്കിൽ അതിൽ ചെറിയ ജീരകമാണ് ആഡ് ചെയ്തത്. അതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അതിൽ വരുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ബ്രെയിൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പൊട്ടിച്ച് എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ എനിക്ക് അകം വെന്തിട്ടുണ്ടോ എന്നൊരു ഭയങ്കര ഒരു ടെൻഷൻ പോലെ അങ്ങനെ മുഴുവനായിട്ടിരിക്കണ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചിക്കി ഉലർത്തി എടുക്കുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ കുളി കഴിഞ്ഞ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, ബാങ്ക് കൊടുത്ത്. അപ്പോൾ ഹാസിമ അവിടെ TV കാണുന്നുണ്ട്. അപ്പോഴത്തേനും വീട് കംപ്ലീറ്റ് മെസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീക്ക് ഡേയ്സ് പോലെയല്ല, വീക്കെൻഡ് ആകുമ്പോൾ വീട് എപ്പോഴും മെസ്സി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അടിയും തുടയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നത്. നെയ്ച്ചോറ് വെക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്, പിന്നെ എനിക്ക് മടിയായി തുടങ്ങി. അങ്ങനെ വെറും ചോറ് ആക്കാമെന്ന് എഴുതി അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് ഞാൻ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ കാർപ്പറ്റ് റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ഒരു റോബോട്ട് ഉണ്ട് കേട്ടോ. കാർപ്പറ്റ് റൂം മാത്രം മൂപ്പരാണ് ക്ലീൻ ചെയ്യുന്നത്. കുറച്ച് സ്ലോ ആണ്, എന്നാലും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ കാർപ്പറ്റ്. അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസയിൽ ഓൾമോസ്റ്റ് പോവാണ് സമയമായി. അപ്പോഴാണ് ആറുൻ്റെ ഫ്രണ്ടും 2 പേര്, ഇവർ തമിഴ്നാടാണ് സ്ഥലം, നമ്മുടെ തൊട്ടടുത്ത റൂമിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്ക് ഇങ്ങനെ യൂണോ കാർഡ് കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും. അപ്പോൾ അംദാന് ഞാൻ ഫുഡ് കൊടുത്തു. ആറും കളിയുടെ ഇടയിൽ വരുന്നേ ഇല്ല, എത്ര വിളിച്ചിട്ടും സമയമായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചാൽ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ 2 പേർക്കും ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇപ്പൊക്കെ കഴിക്കാൻ. ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ആൾ ലഞ്ച് കഴിക്കാനും കുറച്ച് സമയം 3 മണിയൊക്കെ ആയി കഴിക്കാനായിട്ട്. അല്ലെങ്കിലും കുറച്ച് ലേറ്റാണ് കേട്ടോ. 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 3 മണിക്ക് ലഞ്ചൊക്കെ തന്നെയാണ്. ആൾക്കങ്ങനെ നേരവും കാലമൊക്കെ കുറച്ച് കുറവാണ്. കാരണം ബിസിനസ്സുകാരാകുമ്പോൾ അവർക്ക് അങ്ങനെ ഇന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെയൊന്നുമില്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങനെ ഇറങ്ങാം. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റൂബിക്ക് അച്ചാർ എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ. റൂബിക്ക് അച്ചാറും ഇരുമ്പുളി അച്ചാറും പിന്നെ നമ്മുടെ ആടിൻ്റെ തലക്കറി, ക്യാരറ്റ് തോരനും. ക്യാരറ്റ് വെറുതെ കടുക് പൊട്ടിച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചതമുളകും കറിവേപ്പിലിട്ട് നല്ലപോലെ വഴറ്റി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും തേങ്ങയും കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ചിക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. കറികളുടെ ഉത്സവം തന്നെയായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സന്തോഷമാണല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പിള്ളേർ മദ്രസയിലാണല്ലോ, അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. തൊട്ടടുത്തൊരു മദീന മാളുണ്ട്, അവിടെ ഇക്കാക്ക് സിമ്മ് എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് വേറൊരു സിമ്മ് എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ആളുടെ എമിറേറ്റ്സ് ID ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേരിൽ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഹാസിമിന് പഴയ ഏതോ കാറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരേ ഒരു മാളാണ് കേട്ടോ മദീന മാള്. എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാരിഫോറുണ്ട്. പിന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പും ചുരിദാർ ഷോപ്പുകളുണ്ട്, കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ടോയ് ഉണ്ട്, ഈ 1 ദിറംസ് ഇട്ടിട്ട് ആടുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറ്റിയില്ലാന്നും പറഞ്ഞ് മൂപ്പര് താഴെ കിടന്ന് സമരത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്ന് കരയും, പിന്നെ നമ്മുടെ പുറകെ തന്നെ ആൾ വന്നോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ചെന്ന്, നമ്മുടെ മെയിൻ അജണ്ട ഫുഡാണല്ലോ, അവിടെ നിന്ന് കഴിക്കാമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ചിക്കൻ എന്തെങ്കിലും വാങ്ങി പോരാന്നാണ് കരുതിയത്. പിക്കവർ വിശന്നിട്ട് പോയി 2 പീസ് കഴിച്ചിട്ട് അങ്ങനെ ബാക്കി വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അങ്ങനെ ചിക്കിങ് പറഞ്ഞ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു മോമോസിൻ്റെ ഷോപ്പുണ്ട്, ഫ്രഷ് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ മോമോസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. ബാക്കിയുള്ള മോമോസും ചിക്കിങ്ങൊക്കെ പിള്ളേർക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തലക്കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ, ബ്രെയിൻ ഉണ്ടാക്കാത്തവരാണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അടിപൊളി മാത്രമല്ല, ആടിൻ്റെ ഏതൊരു പാർട്ടാണെങ്കിലും നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹെൽത്തി ആണെന്നാണല്ലോ പറയുക. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.